ഹലോ ഗ്ലാമിഷ്. അപ്പൊ ഇന്ന് എന്താ വീഡിയോ എന്നറിയോ? ഇന്ന് ഞാന് കണ്ടോ ഒരു കൊട്ടയൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഇന്ന് ഞാൻ ഒരു സ്കിൻ കെയർ റൊട്ടീൻ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ സ്കിൻ എന്താണ്, ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുമെന്നല്ലേ. അപ്പൊ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ട് പ്ലംപി ആയിട്ട് ഇരുന്നാലേ ഉള്ളൂ എന്ത് നമുക്ക് നല്ല യങ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക അല്ലെ. അപ്പൊ സ്കിന്നിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് നല്ല സ്കിൻ കെയർ റൊട്ടീനിലൂടെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മേക്കപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് നല്ലോണം മേക്കപ്പ് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ ഒന്നും ഇട്ടിട്ടില്ല. ആണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ലോറിയലിന്റെ ഒരു ഫേസ് വാഷ് ആണ്. ഓക്കെ, ഇത് വളരെ ചെറിയ എമൗണ്ട് എടുക്കണ്ടു കേട്ടോ, കാരണം നല്ല ഫോമിങ് ഫേസ് വാഷ് ആണ്. ഓക്കെ, ഇത്ര ആവശ്യമുള്ളൂ. ഇത് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ടവല് വെച്ചിട്ട് മെല്ലെ ഒപ്പിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഫേസ് തുടയ്ക്കേണ്ടത്. നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്ക്രബ് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമുക്ക് സ്ക്രബ് എടുത്തിട്ട് വരാം. ഇനി നമ്മൾ സ്ക്രബാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ പ്ലമ്മിന്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സ്ക്രബ് ചെയ്ത് വൈപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് ഒരു 30 സെക്കൻഡ്സ് വെച്ച് സ്ക്രബ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ടോണർ. ഞാനിവിടെ റോസ് വാട്ടർ ആണ് ടോണർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ മിനിമം എമൗണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഫേസിൽ, ശരിക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും നല്ലത്, പക്ഷെ എനിക്ക് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, ടോണർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്, ഞാനേ ഒരു പ്ലമ്മിന്റെ ആരാധികയാണ് കേട്ടോ. ഇത് ഒരു 3 ഡ്രോപ്പ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നെക്കിലോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നെക്കിന്റെ ഒരു എന്നെ കണ്ടില്ല എന്ന് പരാതി വരണ്ട കേസ് കണ്ടു കിടക്കുന്നവരാ. അത് കഴിഞ്ഞു ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് അലോവേറയും മിന്റ് ഓയിലും ഒക്കെ ഉള്ള ഒരു വൈപ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫ്രഷ് ലുക്ക് അല്ല, ഫ്രഷ് ഫീല് കിട്ടും നമുക്ക്. അതെ, നമ്മളൊരു കാര്യം പറഞ്ഞു, ലിപ്സിനെ മറന്നുപോയി. വേണ്ടോ, ഇതിന്റെ പ്ലംപി ലിപ് ബാം ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ലിപ് ബാം ആണ്, മെഡിക്കേറ്റഡ് ലിപ് ബാം ആണ്. സൺഷീൽഡ് അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. പുറത്തേക്ക് പോവല്ലേ, നമ്മള് ലൈറ്റ് സോഴ്സിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ വരെ സൺഷീൽഡ് ഒട്ടും മറക്കരുത്. വളരെ കുറച്ച് മതി, മറന്നു വരുത്തിട്ടോ എന്റെ പോലെ. അതോടുകൂടി നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ സൺസ്ക്രീനും അപ്ലൈ ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് കുങ്കുമാതി തൈലമാണ്. ഓക്കെ, ഇത് വളരെ കുറച്ചേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ളവര് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. വളരെ കുറച്ച് 2 ഡ്രോപ്സ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഓക്കെ, സ്കിൻ കെയർ റൊട്ടീൻ ഇതോടുകൂടി അവസാനിച്ചു. സോ നമ്മൾ വിചാരിച്ചു, കുറെ നമ്മൾ ഷോർട്സ് ഇട്ടു, എന്താ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ഞങ്ങൾ വിചാരിച്ചു ഇട്ടു. അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ നമ്മളുടെ അടുത്തത് നമ്മൾ വീഡിയോ ഇട്ടുന്നത് എന്താ വീഡിയോ ആയിരിക്കും? ഡാൻസ് വീഡിയോ ആയിരിക്കും ഗൈസ്. അത് ഏത് ഡാൻസ് ആയിരിക്കും? ഞാൻ അറിഞ്ഞിട്ടില്ല ഏത് ഡാൻസ് ആയിരിക്കും. ഡാൻസ് വീഡിയോ ഞാനാട്ടോ കൊറിയോഗ്രാഫി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഒട്ടും മറക്കരുത്. ഓക്കെ.
അയ്യോ കമന്റ് ചെയ്യുന്നത് വേണം. ഓക്കെ ബൈ.